ചോറിനും ചപ്പാത്തിക്കും കൂടെ കഴിക്കാൻ ഇന്ന് നമുക്ക് കടലക്കറി വെക്കാം. വെളുത്ത കടലക്കറി, ചിക്പി. പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പം ജീരകം ഇട്ട് പൊട്ടിച്ചു. ജീരകം ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നിട്ടത് ഇഞ്ചി ചെറിയതായിട്ട് ചിരണ്ടി എടുത്തതാണ്, ചതച്ചതല്ല, പേസ്റ്റുമല്ല. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലായിടേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം കരിഞ്ഞു പോകും. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് കായപ്പൊടി ഇടുന്നത്. 2 വലിയ തക്കാളിയും 1 പച്ചമുളകും കൂടെ അരച്ചതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത്. തക്കാളി മൂത്ത് വരട്ടെ. എണ്ണ തെളിഞ്ഞ് വരുമ്പം 1 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് അരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടത്. മൂത്ത് വരുമ്പോൾ ഒരു രുചിക്ക് വേണ്ടി ചെറിയൊരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച കടല 8 മണിക്കൂർ കുതിർത്തിട്ട് വാരി കുക്കറിലിട്ട് ഒരു 4 വിസിലടിച്ചെടുത്തതാണ്. പിന്നെ കടല വേവിച്ച ഇച്ചിരി വെള്ളമുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുത്തു ഗ്രേവിക്ക് വേണ്ടി. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക, മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞപ്പം ആവശ്യത്തിന് ചോലെ മസാല എന്നും പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്ന മസാലയായിപ്പോൾ ഇട്ട് കൊടുത്തത്. ചോലെ മസാല ഇല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല ഇട്ടാലും മതി. ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് വിളമ്പിയെടുക്കാം. പൂരി, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.